നാളെ എന്താകുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നാളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ആർക്കും കാണാൻ കഴിയുന്നില്ല. നാളെ എന്നല്ല, അടുത്ത മിനിറ്റ് കാണാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അടുത്ത വർഷം എന്താകും, ഭാവി എന്താകും, ഇങ്ങനെ ഒരു ചിന്ത മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ആരോഗ്യകാര്യം എന്താകും, മക്കളുടെ കാര്യം എന്താവും, വിവാഹകാര്യം എന്താവും, ജോലിയുടെ കാര്യം എന്താവും, കാശിൻ്റെ കാര്യം എന്താവും, എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്, ഇതൊക്കെ മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ നമുക്കൊരു വിഷമം, ആകുലം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത് നമുക്കും വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. എന്നാലും മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാം. അതിനെ നാം എങ്ങനെയാണ് നേരിടുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്, ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ഇന്ന് അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങളിൽ ശരണപ്പെട്ട് ആശ്രയിച്ചുകൊണ്ടാണ്. വാഗ്ദത്തങ്ങളില്ലെങ്കിൽ നമുക്ക് നാളെയെക്കുറിച്ച് ആകുലം വരാം, എന്ത് സംഭവിക്കുമെന്നോർത്ത് ഭയപ്പെട്ടു പോകാം. എന്നാൽ ദൈവത്തിൻ്റെ അനേക വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് അത് വിശ്വസിച്ച് അതിൽ ധൈര്യപ്പെട്ട് നാളെയെക്കുറിച്ച് ആകുലമില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വറി ഈസ് മൈൽഡ് ഫോം ഓഫ് എത്തീസം. വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആകുലം എന്ന് പറഞ്ഞാൽ നിരീശ്വരത്വത്തിൻ്റെ ഒരു ചെറിയ ഒരു ലക്ഷണമാണത്. എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? അയ്യോ നാളെ എന്താകും, അപ്പോൾ നിനക്ക് നാളെ ദൈവം ഇല്ലേ, നാളെ ഇങ്ങനെ വന്നാൽ എന്ത് പറ്റും, അപ്പം നാളെ ഇങ്ങനെ വന്നാൽ നിന്നെ സഹായിക്കാൻ ദൈവമില്ലേ? അപ്പോൾ വറി ഈസ് എ മൈൽഡ് ഫോം ഓഫ് എത്തീസം. വെൻ യു വറി, you are saying in a sense that God will not be there. നാം ആകുലപ്പെടുമ്പോൾ, നാളെ എനിക്കൊരു വിഷമം വരുമ്പോൾ എന്നെ സഹായിക്കാൻ ദൈവം കാണത്തില്ല എന്ന് വാഗൊണ്ട് പറയുന്നില്ലെങ്കിലും പറയാതെ അതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത്, നിരീശ്വരത്വത്തിൻ്റെ ഒരു ചെറിയ വകഭേദമാണ് ആകുലം എന്ന് പറയുന്നത്. നമ്മളാരും നിരീശ്വരന്മാരാണ് നമ്മൾ പറയല്ലേ, കുറച്ച് ദൈവവിശ്വാസികളാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നാം ആകുലപ്പെടുമ്പോൾ നാളെ ഇങ്ങനെ പറ്റിയാൽ, അങ്ങനെ പറ്റിയാൽ, അയ്യോ എനിക്ക് എന്ത് പറ്റും, എൻ്റെ മക്കൾക്ക് എന്ത് പറ്റും, അപ്പോൾ ദൈവം അവിടെ ഇല്ല എന്നുള്ളത് പോലെയാണ് ആകുലം നമ്മെ ഉലയ്ക്കുന്നത്. ആകട്ടെ, അതിനെല്ലാമുള്ള പരിഹാരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും മുറിയപ്പെടുകയും ചെയ്താൽ നാളെയെക്കുറിച്ച്, അടുത്ത വർഷത്തെക്കുറിച്ച് നമുക്ക് ആകുലപ്പെടാനായിട്ട് ആവശ്യമില്ല. വേദപുസ്തകത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടെന്നറിയാം? ഹൗ മെനി പ്രോമിസസ് ആർ ദേർ ഇൻ ദ ബൈബിൾ? കൃത്യമായൊരു കണക്ക് പറയാൻ പ്രയാസമാണ്. എന്നാൽ 8810 വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട് എന്നാണ് പറയുന്നത്. 8810. വേറെ ഒരു കണക്ക് പറയുന്നത് ഏകദേശം 7000 ചില്ലുവാനും വാഗ്ദത്തങ്ങളുണ്ടെന്നാണ്. ഏതായാലും 10,000 വാഗ്ദത്തങ്ങൾ, 7000-ഓ 8,000-ഓ വാഗ്ദത്തങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇതുപോലെ ഇത് എത്രയോ അധികമായിട്ടുണ്ട്. ഒരു ദിവസത്തിന് ഒരു വാഗ്ദത്തമാണ് തന്നെ 365 മതി 2025. എന്നാൽ 8,000 എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്ക് എത്ര വാഗ്ദത്തമാണ് ദൈവം തന്നിരിക്കുന്നത്. അതിനെ മുറുകെ പിടിച്ചാൽ മതി. വ്യത്യാസത്തിൻ്റെ ഒരു ലാഞ്ചനയുമില്ലാതെ, ആകുലപ്പെടുവാൻ ആവശ്യമില്ലാതെ, ടെൻസ് ആകുവാൻ ആവശ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ജോൺ ബനിയനാണ് എന്നെനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തീയ ജീവിത പാതയിൽ കൂടെ നടക്കുമ്പോൾ വാഗ്ദത്തങ്ങളെ ചവിട്ടാതെ നടക്കാൻ പറ്റിയാലും. കാരണം ക്രിസ്തീയ പാത മുഴുവൻ വാഗ്ദത്തം കൊണ്ട് ഇങ്ങനെ ടൈൽസ് ഇട്ടിരിക്കുന്ന പോലെ ക്രിസ്തീയ ജീവിതപാത മുഴുവൻ ഇങ്ങനെ വാഗ്ദത്തം കിടക്കുക. അതേ ചവിട്ടാതെ ഒരു വിശ്വാസിക്ക് മുമ്പോട്ട് പോകാൻ ഒക്കെയില്ല എന്ന് ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അധികം വാഗ്ദത്തങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ 1-2 പ്രത്യേകതകൾ. ഒന്ന്, ഭോഷ്ക് പറയാൻ കഴിയാത്ത ദൈവമാണ് ഈ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത്. മനുഷ്യരും വാഗ്ദത്തം നൽകാറുണ്ട് അല്ലേ? നമ്മളൊക്കെ വാക്ക് കൊടുക്കാറുണ്ട്, നമുക്കും പലരും വാക്ക് തരാറുണ്ട്. ഗവൺമെന്റുകൾ മനുഷ്യർക്ക് വാക്ക് കൊടുക്കാറുണ്ട്, സംഘടനകൾ കൊടുക്കാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാറുണ്ട്. നമുക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ ആളുകളെ കാണുകയില്ല, വാഗ്ദത്വവും കാണുകയില്ല, ഈ പറഞ്ഞതൊന്നും നടത്തുകയുമില്ല. ഇനി നടത്തിയാൽ തന്നെ 10 കാര്യം വന്ന് 2 കാര്യം ചിലപ്പോൾ നടത്തും.
എന്നാൽ വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത, these promises are given by a God who cannot lie. ഭോഷ്ക് പറയാൻ കഴിയാത്ത ദൈവത്തിന്റെയാണ് ഈ വാഗ്ദത്തങ്ങൾ. ഭോഷ്ക് പറയാൻ, നുണ പറയാൻ കഴിയാത്ത ഒരു ദൈവമാണ് വാഗ്ദത്തങ്ങൾ നൽകുന്നത്. മറ്റൊരു കാര്യം, ഈ വാഗ്ദത്തത്തെ കുറിച്ച് 2 പത്രോസ് 1:4, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. വിലയേറിയത് എന്നുള്ളത് പ്രഷ്യസ് എന്നുള്ള വാക്കാണ്. ഇംഗ്ലീഷിൽ പ്രഷ്യസ്, വിലയേറിയത്. അതിമഹത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് മാഗ്നിഫിസന്റ് എന്നുള്ള വാക്കാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെഗായുടെ സൂപ്പർലെറ്റീവാണ്. മെഗായുടെ സൂപ്പർലെറ്റീവ് വാക്കാണ്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെയുള്ളതാ? They are magnificent because they are given by a magnificent God. അത്ഭുതവാനായ മഹാനായ ഒരു ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്നത് മെഗാന്ന് വിളിച്ചാൽ പോരാ, മെഗായുടെയും കൂടുതലാണ്, മെഗായുടെയും മോളില്ല, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. അപ്പൊ പോഷ്ക് പറയാൻ കഴിയാത്ത ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ. 2, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. അതാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. വേദപുസ്തകത്തിൽ എത്രയോ വാഗ്ദത്തങ്ങളുണ്ട്. നമുക്ക് തന്നെ കാണാതെ തന്നെ, ഓർമ്മയിൽ തന്നെ എത്രയോ വാഗ്ദത്തങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എന്തൊരു നല്ല വാഗ്ദത്തമാണ്! ഒരു നാളും സമ്മതിക്കുകയില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുന്നു. അപ്പോ എത്ര വാഗ്ദത്തങ്ങളാ! ഫിലിപ്പി ലേഖനത്തിലോടല്ലോ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത്, സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. സകല ബുദ്ധിയെയും കവിയുന്ന, അങ്ങനെ അറിയിച്ചാൽ എന്ത് സംഭവിക്കും? സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. വാഗ്ദത്തമാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. വാഗ്ദത്തമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വാഗ്ദത്തങ്ങളാണ്. അപ്പോൾ എന്തുമാത്രം വാഗ്ദത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പരിതസ്ഥിതിക്കും. അപ്പോൾ 2025 ദൈവം നമുക്ക് തന്നാൽ അതിൽ ഓരോ ദിവസത്തിനും ഒരു വാഗ്ദത്തം അല്ല, ഒരു ദിവസത്തിന് അനേക വാഗ്ദത്തങ്ങൾ വീതം കണക്ക് നോക്കിയാൽ ദൈവം തന്നിരിക്കുകയാണ്. അതില് ഒരു വാഗ്ദത്തത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ മുഖവരിയാണ് ഇത്രയും നേരം പറഞ്ഞത്. ഒരു വാഗ്ദത്തത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രത്യേകതയുള്ള ഒരു വാഗ്ദത്തമാണ്. മറ്റു വാഗ്ദത്തങ്ങളിൽ നിന്ന് ചില അളവുകളിൽ വ്യത്യാസമുള്ള ഒരു വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. Hebrews chapter 13 verses 5 and 6. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ ഭാഗത്തെ വാഗ്ദത്തം ഏതാണെന്ന് നമുക്കറിയാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. അതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തത്തോട് ബന്ധപ്പെട്ട പ്രായോഗിക കാര്യങ്ങളാണ്. ഇങ്ങനെ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. പിന്നെ മനുഷ്യർക്ക് നമ്മോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, നമുക്ക് ധൈര്യമായിരിക്കാൻ കഴിയും. അതല്ല, ഈ വാഗ്ദത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രായോഗിക കാര്യങ്ങളാണ്. വാഗ്ദത്തം ഏതാ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ വാഗ്ദത്തത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റു വേദപുസ്തകത്തിൽ ഒരു വാഗ്ദത്തത്തിലും ഉള്ളതായിട്ട് അറിവില്ലാത്ത ഒരു പ്രത്യേകത. അതെന്താണെന്ന് അറിയാമോ? നമ്മുടെ മലയാളത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ സാധാരണ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഐ വിൽ നെവർ ലീവ് യു നോർ forsake you, അത്രയേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ മൂലഭാഷയിൽ, അതായത് ഗ്രീക്ക് ഭാഷയിൽ, ഈ വാഗ്ദത്തത്തിൽ 5 നെഗേഷൻസ് ഉണ്ട്. അതായത് ഇല്ല ഇല്ല ഇല്ല, അല്ലെങ്കിൽ ഒരിക്കലും 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 എന്ന അർത്ഥമുള്ള 5 വാക്ക് ഉപയോഗിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ജോൺ മെക്കാരത്തന്റെ സ്റ്റഡി ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഈ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ആംപ്ലിഫൈഡ് ബൈബിൾ ഈ വാക്യം എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് വായിക്കാം. ലെറ്റ് യുവർ ക്യാരക്ടർ ഓർ മോറൽ ഡിസ്പൊസിഷൻ ബി ഫ്രീ ഫ്രം ലവ് ഓഫ് മണി ഇൻക്ലൂഡിംഗ് ഗ്രീഡ്
average lust and craving for earthly possessions, and be satisfied with your present circumstances and with what you have. For he himself has said, I will not in any way fail you, nor give you up, nor leave you without any support. I will not in any degree leave you helpless, nor forsake, nor let you down, or relax my hold on you. നിങ്ങൾ മിക്കവാറും പേർക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ എങ്ങനെയാ തർജ്ജമ ചെയ്തിരിക്കുന്നത്? I will not in any degree leave you helpless, nor forsake, nor let you down. ഞാൻ ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരിക്കലും നിന്നെ കൈവിടുകയോ നിന്റെ മേലുള്ള പിടി ഞാൻ അയക്കുകയോ ചെയ്യുകയില്ല. 5 negatives are used in this statement to emphasize the impossibility of Christ deserting believers. കർത്താവ് വിശ്വാസികളെ കൈവിട്ട് കളയാനുള്ള സാധ്യത തള്ളിക്കളയാൻ 5 പ്രാവശ്യം ഇല്ല എന്നുള്ള ആശയം വരുന്ന വാക്കുകൾ ഇതിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. There is absolutely no way whatsoever that I will ever leave you. ഒരു കാരണവശാലും നിന്നെ ഞാൻ കൈവിട്ട് കളയുക എന്നുള്ള കാര്യം ഒരിക്കലും ഉണ്ടാകയില്ല. അപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന ഇംഗ്ലീഷിൽ അതെങ്ങനെ പറയാം? Never will I leave you, nor never will I forsake you. മലയാളത്തിൽ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ ഒരു വാക്ക് വേദപുസ്തകത്തിൽ വേറെയില്ല എൻ്റെ അറിവിൽ. ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ പോരെ. ഇതിൽ ഇങ്ങനെ പറയുന്നത് നമുക്കറിയാം. നമ്മൾ ചിലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ കാര്യം ഉറപ്പാക്കാൻ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് ചിലപ്പോൾ നമ്മൾ പറയും അല്ലേ. സാധാരണ ഭാഷയിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ മതി. ഒരു ബൈബിൾ കോളേജിൽ പോയി ഗ്രീക്കൊക്കെ പഠിച്ച് വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഗ്രാമത്തിലെ അമ്മച്ചിയോട്, വെളിനാട്ടിലെ കാര്യമാണ്, ഇത് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അമ്മച്ചിയോട് പറയാണ് ഈ പയ്യൻ, അവൻ ഗ്രീക്ക് പഠിച്ചു വന്നിരിക്കുക, അമ്മച്ചി ഗ്രീക്കിൽ ഇതിങ്ങനെ 5 പ്രാവശ്യമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എടാ ഗ്രീക്ക് പിള്ളേർക്ക് 5 പ്രാവശ്യം വേണമെങ്കിൽ എനിക്ക് 1 പ്രാവശ്യം മതി. അമ്മച്ചി പറയാ, എനിക്ക് 5 പ്രാവശ്യം എന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ഗ്രീക്ക് പിള്ളേർ 5 പ്രാവശ്യം പറഞ്ഞു, എനിക്ക് 1 പ്രാവശ്യം മതി. ദൈവം 1 പ്രാവശ്യം മതി, നിന്നെ കൈവിടുക മതി, എനിക്കത് ധാരാളം. നിങ്ങൾ നോർത്ത് നോക്കി, ഞാൻ നിന്നെ കൈവിടുകയില്ലോ ഉപേക്ഷിക്കുകയില്ലെന്ന് പലവട്ടം പറയുന്ന വല്ല കാര്യമുണ്ടോ? ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ബലഹീനത. എത്ര പറഞ്ഞാലും വിശ്വാസം വരത്തില്ല നമുക്കല്ലേ. എന്നാ നമ്മുടെ ചിന്ത അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റിയെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവം പറയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത്? നെവർ വിൽ ഐ ലീവ് യു, നോർ നെവർ വിൽ ഐ forsake you. ഞാൻ നിന്നെ ഒരു കാരണവശാലും ഒരു നാളും തള്ളിക്കളയുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. അപ്പൊ നോക്കുക, എന്തോ ഒരു വലിയ ഒരു വാഗ്ദത്തമാണ് ഇത്. അതെ, ഈ വാഗ്ദത്തത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ലഭിക്കുന്ന 4 നന്മകൾ ഇതാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവദാസൻ അദ്ദേഹം അതിങ്ങനെ പിരിച്ചു പറഞ്ഞിരിക്കുന്നതാണ്. അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഈ ഭാഗത്ത് അതിൻ്റെ 5 മുതൽ 5-6 വാക്യങ്ങളിൽ ഈ വാഗ്ദത്തം ഉൾപ്പെടെ ഉള്ള ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 4 നന്മകൾ. ഒന്നാമത് അതിൻ്റെ 5-ാം വാക്യം നോക്കുക, ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം, പണത്തിൻ്റെ പിന്നാലെ പോകല്ല. കുറച്ചുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കേണ്ട കാര്യമില്ല, നീ അത്യാഗ്രഹി ആകരുത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അവന്റെ കരുതലിന്റെ സംതൃപ്തി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ contentment of his provision. അതാണ് 5-ാം വാക്യം. Contentment that comes out of the faith that God will provide. Contentment of his provision. അവന്റെ കരുതലിന്റെ സംതൃപ്തി. അത് 5-ാം വാക്യം. എനിക്ക് വേണ്ടി കരുതാൻ ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംതൃപ്തി. അപ്പൊ ഈ വാഗ്ദത്തത്തിലെ
ആദ്യത്തെ ഒരു പടി. ഈ വാഗ്ദത്തം ഒരിക്കലും കൈവിടത്തില്ല എന്നുള്ള വാഗ്ദത്തത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒന്നാമത്തെ പ്രായോഗികമായ ചിന്ത എന്താ? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. വേറെ വാക്യങ്ങളുണ്ട്. അതിൽ നിന്ന് എൻ്റെ ഹൃദയത്തിന് വളരെ സംതൃപ്തി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനേക ആവശ്യങ്ങളുണ്ട് അല്ലേ? എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പണത്തിന്റെ ആവശ്യമുണ്ട്, വേറെ പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഈ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും? ഇതാണ് ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരാകും. ആവശ്യം എങ്ങനെ നടക്കും? കല്യാണം എങ്ങനെ നടക്കും? വീട് പണി എങ്ങനെ നടക്കും? അല്ലെങ്കിൽ വേറെ പിള്ളേരുടെ പഠിത്തം എങ്ങനെ നടക്കും? ഇങ്ങനെ പല ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ആവശ്യങ്ങൾ വരുമ്പോൾ ആകുലപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് we can have contentment that results out of his provision. ദൈവത്തിന്റെ കരുതൽ, ആ കരുതലിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സംതൃപ്തി. ഇത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന 2-3 വാക്യങ്ങളാണ്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിലെ 11 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ് പറയാണ്, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ. അവിടെ അലംഭാവം എന്നുള്ളത് തൃപ്തി എന്നുള്ള വാക്കാണ്, കണ്ടന്റ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ. ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ്. തൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അവിടെ ശീലിച്ചു എന്നുള്ള വാക്ക് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പഠിച്ചിരിക്കുന്നു, ശീലിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ രണ്ടും ലേൺ എന്നാണ്, പഠിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെന്താ കാരണം? ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ. അതിൻ്റെ 18ന്റെ ഒടുവിലും പറഞ്ഞിട്ടുണ്ട്, 18ൽ ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായി ഇരിക്കുന്നു. അതിൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. അതിന്റെ കാരണം 19 പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് അത് തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന, കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സംതൃപ്തി. ആ സംതൃപ്തി നമുക്കുണ്ടോ? എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, അതിൽ നിന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുള്ള ഒരു സംതൃപ്തി നമുക്കുണ്ടോ? ആ സംതൃപ്തി നമുക്കുണ്ടാകണം. അതാണ് കണ്ടന്റ്മെന്റ് ഓഫ് ഹിസ് പ്രൊവിഷൻ. അവന്റെ കരുതലിൽ നിന്നുള്ളതായ, കരുതലിനോടുള്ള ബന്ധത്തിലുള്ളതായ തൃപ്തി. നമ്മുടെ ജീവിതം തൃപ്തിയുള്ള ജീവിതമായിരിക്കും. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് നാം പഠിക്കണം. ആത്മീയമായിട്ട് വളരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഭൗതിക ജീവിതത്തിൽ അതുണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ ആഗ്രഹിച്ച് നാം തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്ന പോലെ ധനികനാകാനായിട്ട് വളരെ വ്യഗ്രത കാണിച്ച് അനേക കുഴപ്പങ്ങളിൽ ആളുകൾ പോയി ചാടാറുണ്ട്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിച്ചാൽ മതി, ദൈവം ആ ആവശ്യങ്ങളെ നിറവേറ്റും. ആ ബോധ്യത്തിൽ നിന്ന് തൃപ്തിയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. 2025 തൃപ്തിയുടെ ഒരു വർഷമായിരിക്കണം. നമുക്ക് ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ അതുകൊണ്ട് നമ്മൾ അതൃപ്തരാകേണ്ട. ദൈവം എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നുള്ള ബോധ്യത്തിൽ തൃപ്തരായി നമുക്ക് അടുത്ത വർഷം ജീവിക്കാം. അതെ, അവിടെ കാണുന്ന 2ാമത്തെ കാര്യം നോക്കുകയും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിലുള്ള 2ാമത്തെ കാര്യം കമ്പാനിയൻഷിപ്പ് ഓഫ് ഹിസ് പ്രസൻസ്. അവന്റെ സാന്നിധ്യത്തിന്റെ സഹിത്വം. അവൻ കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവൻ കൂടെ ഇരിക്കുമെന്നാണല്ലോ എൻ്റെ അർത്ഥം. അവൻ കൈവിടുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ കൂടെ എപ്പോഴും ഇരിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ വാഗ്ദത്തത്തിൽ കമ്പാനിയൻഷിപ്പുണ്ട്, സഖിത്വമുണ്ട്. ആ സഖിത്വത്തിൽ നിന്ന്, അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് സഖിത്വം ലഭിക്കുക. ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് കർത്താവ് പറയുന്നത് കൊണ്ട് അവന്റെ സാന്നിധ്യത്തിൽ നാം ഒരു കമ്പാനിയൻഷിപ്പ് കണ്ടെത്തുകയാണ്, സഖിത്വം കണ്ടെത്തുകയാണ്. അപ്പോൾ കമ്പാനിയൻഷിപ്പ് ഓഫ് ഹിസ് പ്രസൻസ്. നമുക്കറിയാം, കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ഐ ആം നെവർ അലോൺ. ഞാൻ ഒരിക്കലും ഏകനല്ല. എരുതിയിൽ വീണ കാര്യം ശദ്രക് മേശക് അബേദ്നെഗോ അവർ എരുതിയിൽ വീണ കാര്യം ദാനിയേൽ പ്രവചനത്തിലുണ്ട്. നമ്മൾ വായിക്കുന്നത് അവര് ഇത്ര പേരെയാണല്ലോ ഇട്ടത്, പക്ഷേ എരുതിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഒരാളും കൂടെ അവരുടെ കൂടെ നടക്കുന്നതായിട്ട് രാജാവ് കണ്ടു.
അപ്പോൾ എരുതിയിലും ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം അവർക്ക് നൽകുകയാണ്. എരുതിയിലും ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 24-ാം അധ്യായത്തിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ, അതിന് 21-ാം വാക്യം നോക്കിയേ. അവർ പറയാണ്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവരെന്ന് ആശിച്ചിരുന്നു. എന്നിട്ടിപ്പം എന്ത് പറ്റി? ആശയെല്ലാം പോയി. ഞങ്ങൾ ആശിച്ചു, അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. 23-ാമത്തെ വാക്യത്തിൽ ചിലര് സ്ത്രീകൾ അവന്റെ ശരീരം കാണാൻ ശരീരം കല്ലറക്കൽ പോയി, പക്ഷേ ശരീരം കണ്ടില്ല, കാണാതെ. 24-ാം വാക്യം, കല്ലറക്കൽ ചെന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല. കർത്താവ് അവിടെയൊന്നും ഇല്ല. ഞങ്ങൾ ആശിച്ചിരുന്നു അവൻ ഇസ്രായേലിനെ വിടുവിക്കുമെന്ന്, പക്ഷേ ആശിച്ച പോലെ നടന്നില്ല. സ്ത്രീകൾ ശരീരം കാണാമെന്ന് വിചാരിച്ചു പോയി, പക്ഷേ ശരീരം കണ്ടില്ല. താഴെ വീണ്ടും പറയാണ്, സ്ത്രീകൾ പോയ കല്ലറയൊക്കെ കണ്ടു, പക്ഷേ അവനെ കണ്ടില്ല. താഴെ 29-ാമത്തെ വാക്യം നോക്കിയേ. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. എന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണെന്ന് അറിയത്തില്ല, അവനെ കണ്ടില്ല. അവൻ രക്ഷിക്കുമെന്ന് നിങ്ങൾ ആശിച്ചിരുന്നു, പക്ഷെ ആശയെല്ലാം പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യമാണത്. പക്ഷെ അവിടെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അവനില്ല, അവനെ കാണാനില്ല, കർത്താവ് എവിടെയാ എന്നൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ടു പോകാനുള്ള ഒരു അവസരം. തീച്ചൂളയിൽ വീണിരിക്കുക, ശത്രുഘ്ന ശാപേന്ദ്രകോ ഒക്കെ തീച്ചൂളയിൽ വീണിരിക്കുക. എന്നാൽ ആ തീച്ചൂളയിൽ അവരോട് ചേർന്ന് നടക്കുന്ന കർത്താവ്, ഒരിക്കലും കൈവിടുകയിൽ ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവ്, അവനെ കണ്ടില്ല, അവനിൽ ഞങ്ങൾ ആശ വെച്ചിരുന്നു, പക്ഷെ ആശയൊക്കെ പോയി എന്ന് പറയുന്നിടത്ത് അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. നമുക്കിവിടെ ലഭിക്കുന്ന വലിയ ഒരു പാഠം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ആം നോട്ട് അലോൺ. നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, നാം ഒരിക്കലും ഏകരല്ല. കൂരരുകൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താ? thou art with me, നീ എന്നോടുകൂടെ ഇരിക്കുന്നതാണ്. മത്തായി 28-ന്റെ ഒടുവിൽ ശിഷ്യന്മാരെ ലോകമെങ്ങും പറഞ്ഞയക്കുമ്പോൾ ഭൂലോകമൊക്കെയും പോയി എല്ലാവരെയും ശിഷ്യരാക്കണമെന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ. അതുകൊണ്ട് എനിക്കാരുമില്ലെന്ന് ആരും ഒരിക്കലും പറയും. നമുക്ക് വിഷമമൊക്കെ വരുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ആരുമില്ല എന്നാരും പറയും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരാള് 38 വർഷമായിട്ട് സുഖമില്ലാത്ത ഒരാൾ അവിടെ കിടക്കുക. അവൻ കിടക്കുന്ന കാരണം, അവൻ ഇത്രയും നാൾ കിടക്കാനുള്ള കാരണം അവൻ പറയുന്നുണ്ട്, വെള്ളം കലങ്ങുന്ന സമയത്ത് വെള്ളത്തിൽ ഇറക്കാൻ എനിക്ക് ആരുമില്ല. ഇംഗ്ലീഷിൽ ഐ ഹാവ് നോ മാൻ. മനുഷ്യരുടെ ഒക്കെ അനുഭവത്തിൽ ചില സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞു പോകും, എനിക്കാരും. നമ്മുടെ മധ്യത്തിൽ തന്നെ വിധവമാരായ അനേക സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ മരിച്ചുപോയി. ഒരർത്ഥത്തിൽ മാനുഷികമായി അവരൊറ്റയ്ക്കാണ് എന്ന് തോന്നാം. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു വേദനയാണ് ലോൺലിനെസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിൽ ഒരു പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനോ പണ്ഡിതനോ പറഞ്ഞിരിക്കുകയാണ്, അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ലോൺലിനെസ് ആണ്. ഇത്രയും മനുഷ്യരുള്ള അമേരിക്കയിൽ മനുഷ്യന്റെ പ്രശ്നം ഏകാന്തത. നമ്മുടെ ഒരു സഹോദരി തന്റെ ഭർത്താവോട് ചെറുപ്പത്തിലേ മരിച്ചു. വളരെ രസികയായ ഒരു സഹോദരിയാണ്, വളരെ സന്തോഷമുള്ള സഹോദരിയാണ്, എന്നാൽ വലിയ ദുഃഖം ജീവിതത്തിൽ അനുഭവിച്ചയാളാണ്. അപ്പൊ ഞാൻ കാണുമ്പോൾ ചോദിക്കും, ഇപ്പോ എങ്ങനെയുണ്ട്? ദൂതന്മാരെ മുട്ടിയിട്ട് നടക്കാൻ മേല. അങ്ങനെ പുള്ളിക്കാരി പറയും. കാണുമ്പോഴെല്ലാം പറയും, ദൂതന്മാരെ മുട്ടിയിട്ട് വീട്ടിൽ നടക്കാൻ മേല. ഞാൻ ഇപ്പൊ കാണുമ്പോൾ ചോദിക്കുന്നത്, ദൂതന്മാരൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ സഹോദരിക്ക് ദുഃഖമില്ലെന്നല്ല, ദുഃഖമുണ്ട്. പക്ഷെ ദൈവ സാന്നിധ്യ സന്തോഷം വളരെ അനുഭവിക്കുന്ന ഒരു സഹോദരി. ഭർത്താവ് വിട്ടുപോയി ഒറ്റയ്ക്ക് താമസിക്കുക, പക്ഷെ പറയുന്നത് ദൂതന്മാരെ മുട്ടിയിട്ട് എനിക്ക് നടക്കാൻ മേല, ചുറ്റും ദൂതന്മാരാണെന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുക. അപ്പോൾ ഈ വാഗ്ദത്തത്തിൽ നിന്ന് ഒന്നാമത് നമ്മൾ പറഞ്ഞത് കണ്ടെയ്ൻമെന്റ് ഓഫ് ഹിസ് പ്രൊവിഷൻ, അവൻ കരുതുന്നു എന്നുള്ള സംതൃപ്തി. രണ്ടാമത് കമ്പാനിയൻഷിപ്പ് ഓഫ് ഹിസ് പ്രസൻസ്, അവന്റെ സാന്നിധ്യത്തിൽ നാം സഖിത്വം അനുഭവിക്കുകയാണ്.
അവൻ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നാം സഖിത്വം അനുഭവിക്കുക. സ്കോട്ട്ലൻഡില് ജോർജ് മാത്സൺ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം വിവാഹം കഴിക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. ആ പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായിരുന്നു എന്ന് തോന്നുന്നു. വിവാഹം കഴിക്കാനായിട്ടൊക്കെ തീരുമാനിച്ചു. വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് മങ്ങാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 3 ദിവസമേ ഈ കാഴ്ച ഇനി നിൽക്കൂ, 3 ദിവസം കഴിഞ്ഞാൽ നീ ബ്ലൈൻഡായി എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിക്കാൻ പോവുക. അപ്പോൾ ഇവൻ വേഗം ആ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചു, നീ എത്രയും വേഗത്തിൽ എൻ്റെ അടുത്ത് വരണം, കാരണം നിന്റെ മുഖം എനിക്ക് ശരിക്കും കാണണം. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ അന്ധനാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ എത്രയും വേഗത്തിൽ എടുക്കുന്നത് വരണം, നിന്റെ മുഖത്തോട്ട് ശരിക്കും എനിക്ക് നോക്കണം നല്ലതായിട്ട്. അവളെന്താ മറുപടി അയച്ചെന്നറിയാമോ? ഇഫ് യു ആർ ഗോയിങ് ടു ബി ബ്ലൈൻഡ്, ഐ ഡോണ്ട് വാണ്ട് യു. നീ അന്ധനാകാൻ പോവുകയാണെങ്കിൽ എനിക്ക് അന്ധനെ കല്യാണം കഴിക്കും. എത്ര ദുഃഖകരമായ ഒരു കാര്യം. ആ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ് ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ. നമ്മുടെ ഒരു ഇംഗ്ലീഷ് പാട്ടാണ്. ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ, എന്നെ കൈവിടാത്ത സ്നേഹമേ. ലോകപ്രസിദ്ധമായ പാട്ടാണ്, ഇംഗ്ലീഷ് പാട്ടാണ്, പ്രസിദ്ധമായൊരു പാട്ടാണ്. അദ്ദേഹം ആ പാട്ട് എഴുതാൻ കാരണം ഈ പെൺകുട്ടിയുടെ മറുപടി. പെൺകുട്ടിയുടെ സ്നേഹമായിട്ട് കണ്ണുപൊട്ടുന്നു എന്ന് കേട്ടപ്പോൾ സ്നേഹമൊക്കെ വിട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ സ്നേഹത്തിലുള്ളൂ. ലോകത്തിലെ മനുഷ്യന്റെ ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ലവ് വിൽ ലെറ്റ് യു ഗോ. നിന്നെ ആ സ്നേഹം വിട്ടു പോകും, അല്ലെങ്കിൽ നിന്നെ വിട്ടു പോകുന്ന സ്നേഹമാണ്. എന്നാൽ അദ്ദേഹം എഴുതിയ പാട്ടിൽ പറയുന്നത് ഓ ലവ് ദാറ്റ് വിൽ നോട്ട് ലെറ്റ് മീ ഗോ, എന്നെ ഒരിക്കലും കൈവിടാത്ത സ്നേഹമേ. ദൈവസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിൽ നമ്മെ അവൻ ഏകരായി വിടുകയില്ല. അവന്റെ സാന്നിധ്യത്തിന്റെ സന്തോഷം നമുക്കുണ്ടായിരിക്കും. മൂന്നാമത്, അവിടെ ധൈര്യം എന്നുള്ളൊരു വാക്കുണ്ട് അല്ലേ? മനുഷ്യനോട് എന്ത് ചെയ്യുന്നു നമുക്ക് ധൈര്യത്തോടെ പറയാം. ധൈര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്. അപ്പോ കോൺഫിഡൻസ് ഓഫ് ഹിസ് പ്രോമിസ്, അവന്റെ വാഗ്ദത്തത്തിന്റെ ധൈര്യം. ഇവിടെ ഞാൻ ധൈര്യത്തോടെ പറയും. എന്താ ആ ധൈര്യം വരാനുള്ള കാരണം? എന്താ? എന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന വാഗ്ദത്തമുണ്ട്. പിന്നെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. അത് സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്, 118-6 വാക്യമാണ്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ഇവിടെ ഇതാ അവന്റെ വാഗ്ദത്തത്തിൽ നിന്ന് ലഭിക്കുന്ന ധൈര്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിലാണ് നമ്മൾ ധൈര്യം കണ്ടെത്താൻ. We must find confidence in his promise. ദൈവം പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മുടെ ധൈര്യം. കോൺഫിഡൻസ് ഓഫ് ഹിസ് പ്രോമിസ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിലുള്ള ധൈര്യം. ഒടുവിലായിട്ട് കംഫർട്ട് ഓഫ് ഹിസ് പ്രൊട്ടക്ഷൻ, അവന്റെ സംരക്ഷണത്തിലുള്ള ആശ്വാസം. ഞാൻ നിന്നെ ഒരു നാളും കൈവിട്ട് കളകയില്ല എന്നുള്ള വാക്ക് നമുക്ക് വളരെ സംരക്ഷണം തരുന്നതാ, നമുക്ക് വളരെ ആശ്വാസം തരുന്നതാ. ഞാൻ പേടിക്കയില്ല, കർത്താവ് എന്നോട് കൂടെ ഉണ്ട്, എനിക്കവൻ തുണയാണ്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? സംരക്ഷണം ആവശ്യമാണ്. അവന്റെ പ്രൊട്ടക്ഷൻ, അവന്റെ സംരക്ഷണത്തിലുള്ള ആശ്വാസം, അതെല്ലാം ഈ വാചകത്തിൽ. ഞാൻ ഭയപ്പെടുകയില്ല. പ്രസിദ്ധ പ്രസംഗനായ D.L. മൂഡിയോട് ഒരിക്കൽ ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് നല്ലൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. 56 സങ്കീർത്തനത്തിന്റെ 3 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. മൂഡിയോട് ഒരു കൊച്ചമ്മ പറഞ്ഞാണ്, നല്ലൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അപ്പം മൂടി പറഞ്ഞു, എനിക്ക് വേറൊരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. യെശയ്യാ 12:2, അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ആ സ്ത്രീ വലിയ കാര്യമായിട്ട് പറഞ്ഞു, ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്ന വാഗ്ദത്തം എനിക്ക് കിട്ടി. മൂടി പറഞ്ഞു, എനിക്ക് കിട്ടിയ വാഗ്ദത്തം പറഞ്ഞ് ഭയപ്പെടുക വേണ്ടല്ല, ഞാൻ ഭയപ്പെടാതെ നിന്നിൽ ആശ്രയിക്കും.
പ്രിയപ്പെട്ടവരെ, എത്രയോ എത്രയോ വലിയ ഒരു കാര്യമാണ്. 4 കാര്യങ്ങൾ ഈ വാഗ്ദത്തത്തിൽ നിന്ന് ഉരുത്തിരിയുന്നു. ഒന്ന്, അവൻ്റെ കരുതലിൻ്റെ സംതൃപ്തി, ദ കണ്ടന്റ്മെന്റ് ഓഫ് ഹിസ് പ്രൊവിഷൻ. 2, അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സഖിത്വം, ദ കമ്പാനിയൻഷിപ്പ് ഓഫ് ഹിസ് പ്രസൻസ്. 3, അവൻ്റെ വാഗ്ദത്തത്തിലുള്ള നമ്മുടെ ധൈര്യം, കോൺഫിഡൻസ് ഓഫ് ഹിസ് പ്രോമിസ്. 4, അവൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ സംരക്ഷണത്തിലുള്ള ആശ്വാസം, കംഫർട്ട് ഓഫ് ഹിസ് പ്രൊട്ടക്ഷൻ. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് 3 കാര്യം പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. എന്തൊക്കെയാ? ഐ ആം നോട്ട് അലോൺ. ഞാൻ ഒറ്റയ്ക്കല്ല. ഏത് പരിസ്ഥിതി ജീവിതത്തിൽ വന്നാലും ഐ ആം നോട്ട് അലോൺ, ഞാൻ ഏകനല്ല. 2, ഐ ആം നോട്ട് അഷെയിംഡ്. ഇവിടെ പറഞ്ഞത് ധൈര്യത്തോടെ പറയാമെന്നാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അല്ലെങ്കിൽ വൈക്ലഭ്യവുമില്ല. ധൈര്യത്തോടെ പറയാമെന്നാണ്. അപ്പോ ഒരു ധൈര്യക്കേടും എനിക്കില്ല, ഒരു ലജ്ജയും എനിക്കില്ല. ഐ ആം നോട്ട് അഷെയിംഡ്. എനിക്ക് ഒരു ലജ്ജയുമില്ല. നല്ല ധൈര്യമായിട്ട് ഞാൻ പറയാണ്, എന്താ, ദൈവം എനിക്ക് തോന്നും. 3, നമുക്ക് പറയാൻ കഴിയുന്നത് ഐ ആം നോട്ട് അഫ്രെയ്ഡ്. എനിക്ക് ഭയമില്ല. ആ വാക്ക് പറയുന്നത് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. കർത്താവ് എൻ്റെ സഹായി, അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല, എനിക്ക് ഭയമില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന സകല കാര്യവും റോമർ 8:28 അനുസരിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് പറയാനൊക്കും. ഐ ആം നോട്ട് അലോൺ, ഞാൻ ഏകനല്ല. ഐ ആം നോട്ട് അഷെയിംഡ്, ഞാൻ ലജ്ജിതനല്ല, എനിക്ക് ധൈര്യമുണ്ട്. 3, ഐ ആം നോട്ട് അഫ്രെയ്ഡ്, ഞാൻ ഭയപ്പെടുകയില്ല. എന്താ കാരണം? ഈ വാഗ്ദത്തം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം. ഞാൻ ആദ്യം പറഞ്ഞിടത്തോട്ട് വന്ന് അവസാനിപ്പിക്കട്ടെ. ആദ്യം എന്താ പറഞ്ഞേ? ഭോഷ്കില്ലാത്ത ദൈവം. ആരാ ഈ വാഗ്ദത്തം തന്നിരിക്കുന്നത്? കൈവിടുകയിൽ ഉപേക്ഷിക്കൽ ആരാ പറഞ്ഞേ? ദൈവമാണ്, നമ്മുടെ സ്വർഗസ്ഥ പിതാവാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ഒരു കൂട്ടം ബൊട്ടാനിസ്റ്റ്, അതായത് സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് ഒരു പ്രത്യേക സസ്യം തേടി തപ്പി നടക്കുകയാണ്. അത് വളരെ റെയറായിട്ട് മാത്രമുള്ള ഒരു സസ്യമാണ്. അവരിങ്ങനെ അനേക കാടുകളിലും മലകളിലും കുന്നുകളിലൊക്കെ ഇങ്ങനെ ഇത് തേടി നടക്കുകയാണ്. ഇതുണ്ടോ നോക്കി. അങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു കിഴുക്കാകുന്ന ഒരു പാറയുടെ കീഴെ, ഒരു മലയുടെ കീഴെ ദൂരെ അവർക്ക് കാണാൻ പറ്റി ഈ ചെടി ഒരെണ്ണം അവിടെ നിൽക്കുന്നു. പക്ഷെ ഇറങ്ങാൻ പറ്റുകയില്ല, കാരണം അവർ വലിയ ആളുകളാണ്, അവർക്ക് ഇറങ്ങിപ്പോകാൻ ഉള്ള മാർഗ്ഗമില്ല. അതുപോലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ആ ഗ്രാമത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിനെ അവർ കളിക്കും. അപ്പം അവർ ആ കൊച്ചിനെ വിളിച്ച് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വന്നേ, ഞങ്ങൾ ഒരു കയർ നിന്റെ ചുറ്റും കെട്ടി നിന്നെ ഈ താഴേക്ക് ഇറക്കി വിടാം. കയറ് ഇറക്കാം. നീ പോയി കണ്ട ആ കാണുന്ന ചെടി പറിച്ചോട്ട് വരണം. നിനക്ക് ഇഷ്ടം പോലെ മുട്ടായി മേടിക്കാൻ ഞങ്ങൾ കാശ്. ആ പറഞ്ഞു, റെഡി, സമ്മതിച്ചു. ഇഷ്ടംപോലെ കാശ് കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ അവര് കയ്യിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള ഒരുക്കത്തിൽ അവർ വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കയ്യിൽ നിന്റെ ചുറ്റും കിട്ടും, ഞങ്ങൾ 3-4 പേരുണ്ട്, ഞങ്ങൾ പിടിച്ചോളാം, നിന്നെ പതുക്കെ പതുക്കെ വി വിൽ ലെറ്റ് യു ഡൗൺ, താഴേക്ക് ഇറക്കും, നീ അവിടെ പോയി അത് പറിക്കണം, അപ്പോൾ ഞങ്ങൾ തന്നെ പൊക്കി എടുക്കും. ആ പയ്യൻ ആലോചിച്ചിട്ട് പറഞ്ഞു, 1 മിനിറ്റ് നിൽക്കണം, ഞാനിപ്പം വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അടുത്ത ഗ്രാമത്തിൽ അവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് ഒരു പ്രായമുള്ള ഒരാളുണ്ട്. എന്നിട്ട് അവൻ ഈ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു, നിങ്ങൾ കയറ് കെട്ടിയല്ലോ, ഇനി കയറിൻ്റെ അറ്റം ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തേക്കാം. ഇതെൻ്റെ അപ്പൻ. ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ചിലപ്പം കയറ് വിട്ടുകളയും, എനിക്ക് വിശ്വാസമില്ല. പക്ഷെ ഇദ്ദേഹം അതുകൊണ്ട് കയറിന് മറ്റേ അറ്റം ഇങ്ങോട്ട് കൊടുക്കാം. അതാണ് അപ്പനിലുള്ള വിശ്വാസം. ജീവൻ പോയാലും അപ്പം കയറ് വിടത്തില്ല. He will never let me go എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പിടിക്കണ്ട, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കയറിന് മറ്റേ അറ്റം കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള മറ്റേ അറ്റം മനുഷ്യരിലാണ്.
ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് മനുഷ്യരല്ല, ഘോഷിച്ചു പറയാൻ കഴിയാത്ത ദൈവമാണ് ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന കയറിൻ്റെ അറ്റം ധനത്തിൽ കെട്ടിയിടരുത്, വീട്ടിൽ കെട്ടിയിടരുത്, ബാങ്ക് ബാലൻസ് കെട്ടിയിടരുത്, അതെല്ലാം പോകും. നമ്മുടെ കയറിൻ്റെ മറ്റേ അറ്റം നമ്മുടെ സ്വർഗസ്ഥിതാവായ ദൈവത്തിൻ്റെ കയ്യിലിരിക്കണം. ഒരു കാരണവശാലും ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ ധൈര്യത്തോടു കൂടെ ദൈവത്തിൻ്റെ ഘോഷിച്ചു പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കും.